ഇന്നൊരു ഹാപ്പി ന്യൂസ് ഉണ്ടായിട്ടോ. പക്ഷെ അത് കേട്ടപ്പോൾ ഉണ്ടല്ലോ എനിക്ക് ഒരേ സമയം എക്സൈറ്റ്മെന്റും ആങ്സൈറ്റിയും അതിലേറെ ടെൻഷനും ആണ് കേട്ടോ വന്നത്. എന്റെ സ്ഥാനത്ത് ആരാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ ഉണ്ടാവുക. അപ്പൊ സംഭവം എന്താന്ന് ഞാൻ വഴിയെ പറയാം. ഇന്ന് മോർണിംഗ് വിശേഷങ്ങളാണ്. കറിയിലേക്കുള്ള തേങ്ങ വറുക്കുകയാണ്. ഇരുമ്പ് ചട്ടിയിലാവുമ്പോ ഉണ്ടല്ലോ തേങ്ങ കുറച്ച് വറുത്താൽ മതി കേട്ടോ. ബാക്കി ആ ചട്ടിന്റെ ചൂട് കൊണ്ട് തന്നെ റോസ്റ്റ് ആയിക്കോളും. പക്ഷെ തേങ്ങ പെട്ടെന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാൻ ഫാനൊക്കെ ഇട്ട് വെക്കുകയാണ് കേട്ടോ. ഇതിപ്പോ ലേറ്റ് ആയിട്ടുണ്ട്, വീഡിയോ എടുക്കുമ്പോൾ അല്ലെങ്കിലും ലേറ്റ് ആവും. അപ്പൊ ചിക്കനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ചിക്കൻ കറി ഉണ്ടാക്കുന്നത് ആ സമയത്താണ് കേട്ടോ കോളിംഗ് ബെല്ല് കേട്ടത്. ചെന്ന് നോക്കുമ്പോൾ പഴയത് പെറുക്കാൻ വരുന്ന കാക്കയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു പഴയതൊന്നും ആയിട്ടില്ല. ആ സമയം തന്നെയാണ് കേട്ടോ ഇക്കയും വരുന്നത്. അപ്പൊ ഇക്കാനോട് ഞാൻ പത്തിരിയും കോഴിമുട്ടയും കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇക്ക ബാഡ്മിന്റൺ ഒക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാലുണ്ടല്ലേ എന്നും വെള്ളത്തിൽ കുറച്ച് തേനൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്ത് കുടിക്കണതാണ്. എന്തിനാണോ എന്നാവോ അറിയില്ല. അപ്പോഴാണ് കേട്ടോ ഋഷി A4 ഷീറ്റും കൊണ്ട് വരുന്നത്. കിട്ടിയെന്നും പറഞ്ഞാണ്ട് ഓൻ അതിനിടയിൽ എന്നോട് A4 ഷീറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വേഗം മുട്ട ബോയിൽ ചെയ്യാൻ വെച്ചു. രാവിലെ തന്നെ ഒരു എഗ്ഗ് കഴിച്ചാലുള്ള ഒരു എനർജി ഉണ്ടാവുക. അപ്പോഴേക്കും തേങ്ങയൊക്കെ ചൂടാറിയിട്ടുണ്ട് കേട്ടോ. അത് മിക്സിയുടെ ജാറിലിട്ട് അരക്കുമ്പോഴാണ് ഇക്ക വിളിക്കണത്. ചെന്ന് നോക്കുമ്പോൾ ഇക്ക നല്ല കലിപ്പിലാണ് കേട്ടോ. ഋഷുവിന്റെ യൂണിഫോമിന്റെ പാന്റിൽ മഷി ആയിട്ടുണ്ട്. ഇക്കാന്റെ വിചാരം ഋഷു മഷിയാക്കിയതാണെന്നാണ് കേട്ടോ. പക്ഷെ സംഭവിച്ചത് എന്താന്ന് വെച്ചാല് ഋഷുവിന്റെ പോക്കറ്റിൽ പേൻ ഉണ്ടായിരുന്നു. ഞാനത് അറിയാതെ വാഷിംഗ് മെഷീനിൽ ഇട്ട് അലക്കിട്ടോ. അങ്ങനെ മഷിയായതാണ്. എന്റെ ഷാളിലും ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആ സന്ദർഭത്തിൽ അത് പറഞ്ഞില്ല കേട്ടോ, സീൻ കൊണ്ടുവരാവേണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പൊ കറി റെഡി ആയപ്പോ ഞാൻ ചായക്ക് വെള്ളം വെക്കാണ്. ഞാൻ പാലും വെള്ളവും ഗ്ലാസ്സിൽ അളന്നിട്ടാണ് കേട്ടോ ചായ ഉണ്ടാക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചായ അധികമാവും. ഇരിക്കുക ഋഷും കുറച്ച് ചായ കുടിക്കുള്ളൂ, 1/2 ഗ്ലാസ് ഒക്കെ കുടിക്കുള്ളൂ. പിന്നെ ചായക്ക് വെള്ളം വെച്ച അപ്പം തന്നെ ഞാനുണ്ടല്ലോ പഞ്ചസാര അതുപോലെ തന്നെ തേയിലൊക്കെ ഇടും കേട്ടോ. അത് ഇക്കാന്റെ വാപ്പാന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ട്രിക്കാണ് കേട്ടോ. അപ്പൊ ഞാൻ വലിയൊരു ചെമ്പട്ടിയിലേക്കാണ് കേട്ടോ ചായ അരിക്കണത്. എന്താ വെച്ചാൽ പെട്ടെന്ന് ചൂടാറാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ടൈം ലേറ്റ് ആയിട്ടുണ്ട് വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട്. അപ്പൊ ഋഷുവിന് ലഞ്ചിന് ഞാൻ ചിക്കൻ കറിയും പത്തിരിയാണ് കേട്ടോ കൊടുത്തു വിടുന്നത്. അതുകൊണ്ട് ഇഷ്ടമാണ്. നൈസ് പത്തിരിയും തേങ്ങ വറുത്തരച്ച ചിക്കൻ കറി നല്ല കോമ്പിനേഷൻ ആണല്ലേ. എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് പത്തിരിന്റെ മാവ് ഉണ്ടല്ലോ അത് കുഴക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കൈ വേദന വരും. പിന്നെ കട്ടിയിലുള്ള പത്തിരി എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അതാണ് ഞാൻ നൈസ് പത്തിരി വാങ്ങുന്നത്. കുഴ ശരിയായില്ലെങ്കിൽ പത്തിരി ശരിയാവില്ലല്ലോ. അപ്പൊ അതിന് ഞാൻ മെനക്കെടാറില്ല കേട്ടോ. അതിനിടയിൽ സ്കൂളിലേക്ക് ഒരു ഫോം ഫില്ല് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞാൽ അതും ഫില്ല് ചെയ്യണുണ്ട് കേട്ടോ. അങ്ങനെ ഓല് പോയതിന് ശേഷമാണ് കേട്ടോ എനിക്ക് ആ ഒരു കോള് വരുന്നത്. ഒരേ സമയം സന്തോഷത്തോടൊപ്പം ടെൻഷനും പേടിയൊക്കെ വരുന്ന ഈ ഒരു ന്യൂസ് എന്താന്ന് ഇപ്പൊ എനിക്ക് റിവീൽ ചെയ്യാൻ പറ്റൂല കേട്ടോ. അപ്പൊ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ റിവീൽ ചെയ്യാം.